അപ്പോൾ ഇന്നത്തെ ദിവസം ദീപാവലിയാണ്. മാത്രമല്ല ഒരു സ്പെഷ്യൽ ഡേ കൂടിയാണ് എനിക്ക്. കാരണം എൻ്റെ നീണ്ട ഒരു 12 വർഷത്തെ ആഗ്രഹമാണ് നമ്മളിന്ന് നിറവേറ്റാൻ പോകുന്നത്. ഞാനും പാറും തന്നെ രാവിലെ തന്നെ ഒരു 7 മണിക്കുള്ള വേണാട് പിടിക്കാന്നുള്ള രീതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം റെയിൽവേ സ്റ്റേഷനുണ്ട്. അപ്പോൾ നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കാൻ വേണ്ടി രാവിലെ തന്നെ ഞാൻ ജിനോമോനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ച് എഴുന്നേൽപ്പിച്ചല്ല, അവൻ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവൻ രാവിലെ തന്നെ വന്നു. ഭയങ്കര നാണക്കാരനാണ് പുള്ളി, അതുകൊണ്ട് ക്യാമറയ്ക്കൊന്നും മുഖം തരില്ല. അങ്ങനെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇന്നലെ നല്ല മഴയായിരുന്നു, രാവിലെ തന്നെ നല്ല ഇടിച്ചു കുത്തി മഴയായിരുന്നു. ഞങ്ങൾ വിചാരിച്ച് മഴ വിടുന്ന വിചാരിച്ചേ. ഇവിടെ രാവിലെ ആകുമ്പോഴത്തേക്കും മഴയൊക്കെ ഒന്ന് ഒതുങ്ങി, അത്യാവശ്യം ചെറിയ ഒരു ഇളം വെയിലൊക്കെ വന്നു. സമയം 7 മണിക്ക് ആയതുകൊണ്ട് അത്യാവശ്യം ചെറിയ വെയിലൊക്കെ വന്നു. അപ്പോൾ ഷാർപ്പ് 7:05 തന്നെ നമ്മുടെ വേണാട് വന്നിട്ടുണ്ട്. നമുക്ക് സീറ്റ് കിട്ടി. എൻജിന് ഒരു 3 ബോഗി ബാക്കിലേക്കാണ് നമ്മൾ ഇരുന്നത്, അതായത് ഫ്രണ്ടിലേക്ക്. കാരണം നമുക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഇറങ്ങുവാണെങ്കിൽ തന്നെ നമ്മൾ നാഗപടം സ്റ്റാൻഡിലേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് കയറിയപ്പോൾ തന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ദീപാവലി ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായില്ല. കുറച്ച് നേരം ഞാൻ പാട്ടൊക്കെ കേട്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് അപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ നാഗമ്പടം സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ ഞാനും പറയും കൂടെ നൈസായിട്ട് 1-2 പറഞ്ഞ് അങ്ങോട്ട് നടന്നു. കുറച്ച് ദൂരം നടന്നാൽ മതി. ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് ഡേ ഇവിടെ ഞാൻ ഏറ്റവും മുന്നിലല്ലേ വന്ന് ഇറങ്ങിയത്. നേരെ അങ്ങോട്ട് ഇറങ്ങാനുള്ളൂ. കിടക്കാൻ വഴിയില്ല, അപ്പുറത്ത് ഇറങ്ങിയിട്ട് വേണം പോകാനായിട്ട്. നമുക്ക് പോലീസുകാരോട് ചോദിക്കാം, എന്നിട്ട് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ വന്ന വേണാട് പതുക്കെ നീങ്ങി തുടങ്ങി. ആ കാണുന്നതാണ് സ്റ്റാൻഡ്. ആ വേണാട് പോയതിനൊപ്പമാണ് നമ്മളൊരു നഗ്ന സത്യം അറിഞ്ഞത്, അങ്ങോട്ട് കിടക്കാനുള്ള വഴി റെയിൽവേ അടച്ചു. അപ്പോൾ ഒരു 8-ന്റെ പണി രാവിലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ബാക്കിലോട്ട് നടക്കാമെന്നാണെങ്കിൽ ഒരുപാട് ദൂരം പിന്നിലോട്ട് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നടന്ന് ഈ റെയിൽവേ ക്രോസ് ചെയ്ത് മുകളിൽ ബ്രിഡ്ജ് വഴി വേണം നമ്മൾ താഴത്തേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ 2 കാര്യങ്ങളാണുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ നേരെ നമ്മളിവിടെ നേരെ റെയിൽവേ ക്രോസ് ചെയ്ത് നേരെ സാന്റാ മോണിക്ക വഴി കയറി മുകളിൽ പാലത്തിൻ്റെ അവിടേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലെത്തി. നടന്നോ, ഞാനുണ്ട് പിന്നാലെ. നീ അപ്പുറത്തേക്ക് കിടക്കടി, വേണം ഇതിലേ കിടക്ക്. മെയിൻ നല്ല വഴി കൂടെ നടക്കരുത് കേട്ടോ. എവിടെ പോര്? ഏ ഏ
മുകളിലെത്തിയപ്പോൾ നമ്മളൊരു ഓട്ടോ കണ്ട് നേരെ ഓട്ടോയിൽ കയറി നേരെ ചേട്ടനോട് പറഞ്ഞു രാവിലെ ഈ സമയമായതുകൊണ്ട് നല്ല റെസ്റ്റോറൻറ്റ് എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അവിടെ ആക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അവിടെ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്, അങ്ങോട്ടേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറി നേരെ അങ്ങോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ലോഗോസ് എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ താഴെയാണ് ദ ഗട്ട്സ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റാണ് പുള്ളി കൊണ്ടുപോയത്. അത്യാവശ്യം നല്ല ആംബിയൻസ് ആണ്, അത്യാവശ്യം ഫാമിലീസും നല്ല അടിപൊളി നല്ല വൃത്തിയുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഇച്ചിരി ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു 2 പൊറോട്ടയും മുട്ടക്കറിയാണ് പറഞ്ഞത്. പാറു ഒരു മസാല ദോശയും പറഞ്ഞിട്ടുണ്ട്. നമ്മളതിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. പാറുവിന് മസാല ദോശ ഇഷ്ടപ്പെട്ടു. എനിക്ക് അങ്ങനെ അത്ര വലിയ പ്രത്യേകതയൊന്നും തോന്നിയില്ല, എന്നാലും കൊള്ളാം. അത്യാവശ്യം വലിയ കുഴപ്പമില്ല, അത്ര അടിപൊളി എന്ന് പറയാനില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് കഴിക്കാം, അത്ര തന്നെ. അങ്ങനെ വലിയ ടേസ്റ്റൊന്നും പറയാനില്ല, കൊള്ളാം. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു കാപ്പിയും കുടിച്ചു ഞങ്ങൾ. അങ്ങനെ കാപ്പി കുടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും നേരെ ഫ്രണ്ടിൽ നമ്മുടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ നൈസ് കറക്റ്റ് ഞങ്ങളവിടെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ബസ് വന്നു. ഓവർലേഡി കയറി നേരെ കാഞ്ഞിരപ്പള്ളിയിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തു. വണ്ടിയിൽ അത്യാവശ്യം പഴയ പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ യാത്ര തിരിച്ചു. അവസാനം ഞങ്ങൾ നമ്മുടെ സ്ഥലത്തെത്തി. റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മളൊരു വണ്ടി എടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ ഒരുപാട് വർഷം, ഏകദേശം ഒരു 12 കൊല്ലത്തോളം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഒരിക്കലും ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി ഇവിടെ ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് ചില സാഹചര്യങ്ങളും കൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് സമയമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ സമയമായിട്ടുള്ളത്. അപ്പോൾ ഞാനും പാറും ചെന്നപ്പോൾ നമ്മളോട് ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറച്ച് പേപ്പർ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെറിയ കുറച്ച് സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അവിടെ കുറേ വണ്ടികൾ ഇരിക്കുന്നുണ്ട്. ഹിമാലയ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹിമാലയയുടെ ആ കളർ ഇഷ്ടപ്പെട്ടു. പിന്നെ മെറ്റിയോർ, അങ്ങനെ ഒരുപാട് ബൈക്കുകൾ ഇരിക്കുന്നുണ്ട്. ഹണ്ടർ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മളിതൊന്നും അല്ല എടുക്കുന്നത്, നമ്മളൊരു വെറൈറ്റി സാധനമാണ് എടുക്കുന്നത്. അങ്ങനെ ആരുടെയും കാണാത്ത ഒരു കളറാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ജസ്റ്റ് വാഷിങ്ങും അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുവാണ്. അപ്പോൾ നമ്മുടെ പയ്യൻ നമുക്കിങ്ങനെ അതിൻ്റെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതായത് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, അതായത് അതിൻ്റെ ഇൻഷുറൻസ്, പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വണ്ടി ബുള്ളറ്റ് 350 മെറൂണാണ് ഞാൻ എടുത്തത്. ഞാൻ ഒരുപാട് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ആരുടെയും കാണാത്ത ഒരു കളറായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മെറൂൺ സെലക്ട് ചെയ്തത്. ബ്ലാക്ക് എവിടെ ചെന്നാലും ബ്ലാക്കാണ്. ബ്ലാക്കും പിന്നെ അതുപോലെ തന്നെ റെഡും
ഒരുപാടുണ്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് മെറൂണാണ്. അങ്ങനെ ഞാൻ ഒരുപാട് എൻക്വയറിയൊക്കെ നടത്തിയിട്ട് ഞാനെടുത്തായിരുന്നു നമ്മുടെ ബുള്ളറ്റിൻ്റെ 350, റോയൽ എൻഫീൽഡിൻ്റെ 350 ബുള്ളറ്റ് സ്റ്റാൻഡേർഡ്. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ നമുക്ക് പറഞ്ഞു തന്നു. അതിനകത്ത് പുറമേ നിന്നുള്ള അതിൻ്റെ സ്വിച്ച്, അതുപോലെ സർവീസ് ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമ്മൾ അഡീഷണൽ അതിൻ്റെ ബാക്ക് സീറ്റിനകത്ത് ചെറിയൊരു കേരിയർ നമ്മൾ അഡീഷണൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ് പ്രത്യേകം വെച്ചിട്ടുള്ളത്. സംഭവം നൈസാണ്, കയറിയിരിക്കാനും സീറ്റിങ്ങൊക്കെ അടിപൊളിയാണ്. സ്റ്റാർട്ട് ചെയ്തൊക്കെ ഇപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് അന്ന്. അപ്പോൾ വണ്ടി എടുത്ത് നേരെ നമ്മുടെ വീട്ടിലേക്കാണ് നമ്മൾ പോയത്. അത്യാവശ്യം നമ്മുടെ റൂട്ട് കാഞ്ഞിരപ്പള്ളി കൊണ്ടൊക്കെയാണ് റൂട്ട്. അത്യാവശ്യം നല്ല സ്മൂത്ത് റോഡാണ്. ഇവിടെ ചെറുതായിട്ട് വലിയ പെരുപ്പില്ല, നല്ല പുറപ്പെടുത്തു. മെയിനായിട്ട് വൈബ്രേഷനൊന്നും ഉണ്ടായിരുന്നില്ല വണ്ടിക്ക്, നല്ല സ്മൂത്തായിരുന്നു. അങ്ങനെ വീട്ടിൽ ചെന്നു. ഞങ്ങൾ ചെന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ അമ്മേനെ വിളിച്ചപ്പോൾ കുഞ്ഞാണെങ്കിൽ കുതിര പോലെ നിൽക്കുന്ന സംഭവം ഇത്തിരിയുള്ളെങ്കിലും ഭയങ്കര ചാട്ടമാണ്, കയ്യിൽ നിന്ന് വിട്ട അപ്പം പറക്കുവാള്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. അമ്മയ്ക്ക് വണ്ടി കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, കയറിക്കോളം പറഞ്ഞു. അങ്ങനെ വണ്ടിയിൽ കയറ്റി ഞാൻ ഈസിലെ അമ്മേനെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കറക്കി. അങ്ങനെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് സന്തോഷം, അമ്മ ഹാപ്പി, എൻ്റെ വൈഫ് ഹാപ്പി, ഞാൻ ഡബിൾ ഹാപ്പി. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം ഗൈസ്. ബൈ.